സിനിമാ പണിമുടക്ക് തൽക്കാലമില്ലെന്ന ഫിലിം ചേംബർ സർക്കാരുമായി ഈ മാസം ചർച്ച നടത്തും. അനുഭാവപൂർവമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ മാത്രം സമരമെന്നും പ്രതികരണം. റാഗിംഗ് നിയമം നടപ്പാക്കാൻ ചട്ടം രൂപീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. ചട്ടങ്ങൾ ഉണ്ടാക്കാൻ വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കണം. ജില്ലാ തലത്തിൽ റാഗിംഗ് വിരുദ്ധ സമിതികൾ രൂപീകരിക്കുന്നതിൽ സമയപരിധി അറിയിക്കണമെന്നും കോടതി. കേസിൽ UGC അടക്കം എതിർകക്ഷികൾക്ക് നോട്ടീസ്. കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും പെൺമക്കളും ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ കേസ്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഭർത്താവ് നോബി ലൂക്കോസിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. മലപ്പുറം നിലമ്പൂരിൽ 80-കാരിക്ക് ക്രൂരമർദ്ദനം. CH നഗറിലെ ഇന്ദ്രാണിയെ മർദ്ദിച്ചത് അയൽവാസി ഷാജി. ഇന്ദ്രാണി ആശുപത്രിയിൽ ചികിത്സയിൽ. CPIM സംസ്ഥാന സമ്മേളനത്തിന് അല്പസമയത്തിനകം കൊല്ലത്ത് തുടക്കം. 5 മണിക്ക് പതാക ഉയർത്തും. കോൺഗ്രസ് വിശ്വസിക്കാൻ കൊള്ളാത്തവരെന്ന് ലീഗിനെ ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി. മതനിരപേക്ഷത പാർട്ടിക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയുമോ എന്ന് ചോദ്യം. വിമർശനം. പാർട്ടി സമ്മേളനത്തിന് മുന്നോടിയായുള്ള എഴുതിയ ലേഖനത്തിൽ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ക്രിസ്തുമസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉറവിടം കണ്ടെത്തി ക്രൈംബ്രാഞ്ച്. MS സൊല്യൂഷന് ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് മലപ്പുറം മഅദീൻ സ്കൂളിലെ പ്യൂൺ. മലപ്പുറം സ്വദേശി അബ്ദുൾ നാസർ അറസ്റ്റിൽ. ചോദ്യപേപ്പർ നൽകിയത് MS സൊല്യൂഷനിലെ അധ്യാപകൻ ഫഹദിന്. കണ്ണൂർ കരിക്കോട്ടക്കര ടൗണിലിറങ്ങിയ കുട്ടിയാനയെ മയക്കുവെടിവെക്കും. വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക ദൌത്യ സംഘം സ്ഥലത്തെത്തും. ആന പ്രദേശത്ത് തുടരുന്നു. അവശനെന്ന് വനം വകുപ്പ്. മലപ്പുറം തൃക്കലങ്ങോട് പുലി ആടുകളെ കൊന്നു. സർക്കാരിനെതിരെ സമരം കടുപ്പിച്ച ആശാവർക്കർമാരുടെ കേന്ദ്ര ഫണ്ടിനെ ചൊല്ലി കേന്ദ്രവും തർക്കം തുടരുന്നു. ബജറ്റിന് പുറമെ 120 കോടി അധികം നൽകിയെന്ന വാദം തള്ളി സംസ്ഥാനം. രാപ്പകൽ സമരം 24ാം ദിവസം. അമേരിക്കയുടെ സുവർണകാലം തിരിച്ചുവന്നെന്ന US കോൺഗ്രസിൽ ഡൊണാൾഡ് ട്രംപ്. അധിക തീരുവ ചുമത്തിയ തീരുമാനം പിൻവലിക്കില്ല. ഡെമോക്രാറ്റുകൾക്കും മുൻ പ്രസിഡന്റ് ജോ ബൈഡനും രൂക്ഷ വിമർശനം. കാലാവസ്ഥാ ഉച്ചകോടിയിൽ നിന്ന് പിന്മാറിയത് സാമ്പത്തിക നേട്ടമെന്നും ട്രംപ്. ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്ത്. വിരമിക്കൽ. ചാമ്പ്യൻസ് ട്രോഫി സെമിയിലെ തോൽവിക്ക് പിന്നാലെ. ടെസ്റ്റിലും 2020യിലും തുടരും.